Dear students, in the previous class we have studied matchbox page number 19, the lesson matchbox page number 19, the paragraph up to smile his fake smile any longer എന്ന് പറയുന്ന എൻ്റെ എന്ന ലൈൻ വരെയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തിയത്. ഇനി now today we can go to page number 20 and the paragraph starts like this. എന്താണ് നൗ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം എന്താണ്? നമിതയും അജിത്തുമായിട്ട് വളരെ വലിയൊരു കോറലുണ്ടായി. ആ ലെറ്റർ അവളുടെ കയ്യിൽ കൊടുത്തില്ല എന്നുള്ള പേരിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അസഭ്യങ്ങളൊക്കെ പരസ്പരം വിളിച്ചു. അജിത്തിനെ ലയറെന്ന് വിളിച്ചു. ആകെ രണ്ടുപേരും ചൂടായി നിൽക്കുന്ന ആ ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. അതിൻ്റെ ബാക്കി ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നൗ ഹി ടു പിക്സ് അപ്പ് ദ പോയ്സൺഡ് നൈഫ്. അപ്പോൾ എന്താണ്, നമിത ദേഷ്യപ്പെട്ട് അവളുടെ ദേഷ്യ വാക്കുകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അജിത്ത് എന്ത് ചെയ്തു? നൗ ഹീ ടു പിക്സ് അപ്പ് ദ പോയ്സൺഡ് നൈഫ്. അയാളും അയാളുടെ പോയ്സൺഡ് നൈഫ് പുറത്തെടുത്തു. പോയ്സൺഡ് നൈഫ് എന്ന് വെച്ചാൽ വിഷമുള്ള കത്തി. ഹി സൈസ്, അയാൾ പറയാണ്, ഈസ് ദറ്റ് സോ? അങ്ങനെയാണോ? ദോസ് ഹു വൈൻ ഡേ ആൻഡ് നൈറ്റ് ഹാഡ് ആൻഡ് ഹോൾഡ് ഔട്ട് ദെയർ പാംസ് ടു ദെയർ സൺ ഇല്ല. അവൻ പറഞ്ഞു എന്താണ്, ദോസ് ഹൂ വൈൻ എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ്, റിക്വസ്റ്റ്, കെഞ്ചി ചോദിക്കുക. റിക്വസ്റ്റ് ഡേ ആൻഡ് നൈറ്റ്, രാപകലില്ലാതെ ഇങ്ങനെ കൈ നീട്ടുന്നവർ. ഹോൾഡ് ദെയർ പാംസ് ടു ദെയർ സൺ ഇല്ല, മരുമകൻ്റെ മുന്നിലേക്ക് കൈ നീട്ടുന്നവർ. ദേ ആർ ദ ഹൈ ക്ലാസ് പീപ്പിൾ. ഇങ്ങനെയുള്ളവരാണോ ഹൈ ക്ലാസ് പീപ്പിൾ? ഉന്നത കുലജാതർ ഇങ്ങനെയുള്ളവരാണോ? എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ ബിക്കംസ് ദ ക്യൂൻ. ഡങ് പിക്കേഴ്സ് ഡോട്ടർ എന്ന് വെച്ചാൽ ഒരു ചാണകം പെറുക്കിയുടെ മകളാണോ ഇപ്പം രാജ്ഞിയായിരിക്കുന്നത്? ആൻഡ് സോ, അത് കണ്ടിന്യൂഷനാണ്, അത് പറഞ്ഞ് പൂർത്തിയാക്കിയിട്ടില്ല, അർദ്ധവിരാമത്തിൽ അത് അവശേഷിക്കുകയാണ്. ആൻഡ് സോ, അങ്ങനെ പലതും അയാൾ വിളിച്ചു പറഞ്ഞപ്പം നമിത എത്രേ കേട്ടുള്ളൂ എന്നുള്ളതാണ് ഡങ് പിക്കേഴ്സ് ഡോട്ടർ എന്ന് വിളിക്കുന്നത്. ചാണക പെറുക്കിയുടെ മകളെ എന്ന് വിളിക്കുന്നത് വരെയാണ് കേട്ടത്. പിന്നീട് അവരുടെ കേൾവി പോലും അവൾക്ക് നഷ്ടമായതുപോലെ. ഷടപ്പ് നമിത യെൽസ്. ഉടനെ അവൻ്റെ ഈ പറച്ചിൽ കേട്ടുകൊണ്ട് നമിതയും തിരിച്ചടിച്ചു. എന്താണ്? ഷടപ്പ്, നിർത്തൂ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും നല്ല ഉച്ചത്തിലായി വഴക്ക്. their room is on the third floor. അവരുടെ റൂം അങ്ങ് തേർഡ് ഫ്ലോറിലാണ്. തേർഡ് ഫ്ലോർ എന്ന് വെച്ചാൽ മൂന്നാമത്തെ നിലയിലാണ്. ദറ്റ്സ് എ ബ്ലെസ്സിങ്, അത് വലിയൊരു അനുഗ്രഹമായി. അതർവൈസ്, അല്ലായിരുന്നെങ്കിൽ, വിത്ത് ദാറ്റ് സ്ക്രീം എവരി വൺ വുഡ് ഹാവ് കം ടു ലുക്ക്. വിത്ത് ദാറ്റ് സ്ക്രീം എന്ന് വെച്ചാൽ അലർച്ച. ഇപ്പോൾ ഇവരുടെ ഈ വഴക്കിൻ്റെ സൗണ്ട് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്നൊന്നും അവരറിയുന്നില്ല, അവരല്ലാതെ അറിയാം. അപ്പോൾ ഈ അലർച്ച കേട്ടിട്ട് എവരി വൺ വുഡ് ഹാവ് കം, എല്ലാവരും വന്നേനെ. ടു ലുക്ക്, നോക്കാൻ. എന്താണ് ഈ ശബ്ദം അല്ലെങ്കിൽ എന്താണ് ഈ വഴക്ക് നോക്കാനായിട്ട് എല്ലാവരും വന്നേനെ. ഭാഗ്യത്തിന് അവർ തേർഡ് ഫ്ലോറിലായതുകൊണ്ട് ആരും ഇത് കേട്ടില്ലെന്നുള്ളതാണ്. നോ വൺ ഹാഡ് ഹേർഡ് ദ സൗണ്ട് ഓഫ് ദെയർ കോറൽ. ഉടനെ ഷട്ടപ്പ്. ഉടനെ അജിത്ത് ചോദിക്കണം, ഷട്ടപ്പ് എന്നോ? നീ എന്താ എന്നോട് പറഞ്ഞു? കാരണം ഞാൻ ഹസ്ബൻഡ് അല്ലേ, ഹസ്ബൻഡിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ കൊള്ളുമോ എന്നായിരിക്കും അവൻ്റെ മനസ്സിൽ. ഷട്ടപ്പ് എന്നോ? അജിത്ത് റോർസ് ഔട്ട്. അജിത്ത് അലറി. വാട്ട് ഷട്ടപ്പ്? എന്ത് ഷട്ടപ്പ് എന്നാണ് നീ പറയുന്നത്? ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്. എനിക്ക് തോന്നും പോലെ ഞാൻ ചെയ്യും. വാട്ട് ഐ പ്ലീസ്, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. വാട്ട് വിൽ യു ഡു? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇനിയും കത്ത് വന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. ക്യാൻ യു ഡു എനിത്തിങ്? നിനക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് നമിതയെ ദേഷ്യപ്പെടുത്തിക്കൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ ഉടനെ അവളും വീണ്ടും ദേഷ്യത്തിൻ്റെ സ്വഭാവമാണല്ലോ, ദേഷ്യത്തോടെ പറയുമ്പോൾ വീണ്ടും ദേഷ്യം വരും. അപ്പോൾ അവളെ ചോദിക്കണം, ഐ കാൺട്ട്, എന്താ കഴിയില്ലേ എനിക്ക്? ഐ കാൺട്ട് ഡു എനിത്തിങ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണോ? ആൾമോസ്റ്റ് പാൻറ്റിങ്. ആൾമോസ്റ്റ് വെച്ചാൽ തീർത്തും, പാൻറ്റിങ്, കിതയ്ക്കുന്നു. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ അവൾ ശരിക്കും കിതയ്ക്കുന്നുണ്ടായിരുന്നു. നമിത പ്രൊനൗൺസസ് ഈച്ച് വേർഡ് ക്ലിയർലി. നമിത ഓരോ വാക്കും ഐ കാൺ ഡു എനിത്തിങ് എന്ന് ചോദിക്കുന്ന വാക്കുകൾ ഓരോന്നും വളരെ ക്ലിയർ ആയിട്ടാണ് അവൾ പ്രൊനൗൺസ് ചെയ്ത് ഉച്ചരിച്ചത്. യു വോണ്ട് ടു സീ ഇഫ് ഐ ക്യാൻ ഡു എനിത്തിങ്? എന്നിട്ട് വെല്ലുവിളിക്കുന്ന പോലെ ചോദിച്ചൊരു ചലഞ്ച് പോലെ ചോദിക്കുകയാണ്. എന്താണ്? യു വോണ്ട് ടു സീ, നിങ്ങൾക്ക് കാണണോ? ഇഫ് ഐ ക്യാൻ ഡു എനിത്തിങ്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് കാണണോ എന്ന് ചോദിച്ചു. ഇത് പറഞ്ഞതും ഇമ്മീഡിയറ്റ്ലി ഷീ ഡസ് സംതിങ് ദറ്റ് ഈസ് അസ്റ്റോണിഷിങ്. ഉടനെ തന്നെ അവൾ അസ്റ്റോണിഷിങ് ആയിട്ടുള്ളൊരു കാര്യം കൊണ്ട് ചെയ്തു. അസ്റ്റോണിഷിങ് എന്ന് വെച്ചാൽ അത്ഭുതപ്പെടുത്തുന്ന, ഇവിടെ ഇപ്പം ഞെട്ടിക്കുന്നൊരു കാര്യമാണ് ചെയ്തത്. എന്താണ്? ഷീ ഗ്രാബ്സ് അജിത്ത് മാച്ച് ബോക്സ് ദാറ്റ് വാസ് ലേയിങ് നിയർ ഹിസ് സിഗരറ്റ്സ് ഓൺ ദ ടേബിൾ. അപ്പോൾ അവൾ കടന്നെടുത്തു അജിസ് മാച്ച് ബോക്സ്, ദാറ്റ് ഈസ് ഗ്രാബ്സ് പ്രസൻ്റ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ലേയിങ് നിയർ ഹിസ് സിഗരറ്റ്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് അയാളുടെ സിഗരറ്റിനോടൊപ്പം കിടന്ന, അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ അടുത്ത് കിടന്ന, വാസ് ലേയിങ് വെച്ചാൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ കിടക്കുകയായിരുന്നു സിഗരറ്റിൻ്റെ മാച്ച് ബോക്സ് അവൾ തീപ്പെട്ടി ഇങ്ങോട്ട് എടുത്തു. ആൻഡ് എന്നുവെച്ചാൽ ഒരച്ചു. ഷീ ലൈറ്റ്സ് എ മാച്ച് സ്റ്റിക്ക്.
അവളൊരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു. ആൻഡ് ടച്ചസ് ഇറ്റ് ടു ഹർ സാരി. എന്നിട്ട് ആ തീപ്പെട്ടി കത്തിക്കൊണ്ടിരുന്ന കൊള്ളി ഈ സാരിയുടെ തുമ്പിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു, സാരി തുമ്പിൽ പിടിപ്പിച്ചു. ഇൻസ്റ്റൻ്റ്ലി മീൻസ് സഡൻലി, ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇൻസ്റ്റൻ്റ്ലി ഇറ്റ് ഫ്ലയേഴ്സ് അപ്പ് എന്ന് വെച്ചാൽ ജ്വലിക്കാൻ തുടങ്ങി, അതങ്ങോട്ട് കത്താൻ തുടങ്ങി. ദ വെരി ഫൈൻ ആങ്കിൾ ഓഫ് എ വെൽത്തി വൈഫ്സ് സാരി. അപ്പോൾ അവൾ വെൽത്തി അല്ലെങ്കിൽ വെൽത്തി ഫാമിലിയിലാണല്ലോ കല്യാണം കഴിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ കൊടുക്കുന്ന സാരിയൊക്കെ വെൽത്തി വൈസ് സാരിയാണ്. സമ്പന്നയായ ഭാര്യയുടെ സാരിയുടെ ആങ്കിൾ എന്ന് വെച്ചാൽ തുമ്പ് അല്ലെങ്കിൽ തുഞ്ചലം കെട്ടിയിരിക്കുന്ന ഭാഗം. അപ്പോൾ ആ സാരിയുടെ തുമ്പ് ഇങ്ങനെ നൂലൊക്കെ ഞൊറിഞ്ഞിട്ട് വെച്ചിരിക്കുന്ന സാരി തുമ്പാണ്. ഇതിൽ തീ അങ്ങോട്ട് പിടിച്ചത് അങ്ങോട്ട് ഫ്ലെയർ ചെയ്യാൻ തുടങ്ങി, എന്ന് വെച്ചാൽ ആളി കത്താൻ തുടങ്ങി. ദ വെരി നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് തൊട്ടടുത്ത നിമിഷം അജിത്ത് എന്ത് ചെയ്തു? ഹാവ് യു ഗോൺ മാഡ് എന്നങ്ങോട്ട് ചോദിച്ചു. നിനക്ക് ഭ്രാന്തായോ? ഹി സൈസ് ആൻഡ് ജംപ്സ് ടു ഹർ സൈഡ്. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അങ്ങ് അവളുടെ സൈഡിലേക്ക് ചാടി വീണു. ആൻഡ് ഗ്രാബ്സ് ദ ബേണിംഗ് പാച്ച് എന്ന് വെച്ചാൽ ഭാഗം. അപ്പോൾ അവളെ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗം അങ്ങോട്ട് പിടിച്ചെടുത്തു. ആൻഡ് സ്ലാപ്സ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ് എന്ന് വെച്ചാൽ കൈവെള്ളക്കകത്തിട്ട് അടിച്ചു. ആൻഡ് പുട്ട്സ് ഔട്ട് ദ ഫയർ. എന്നിട്ട് തീ അങ്ങ് അണച്ചു. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത്, സത്യം പറയണമല്ലോ, എന്താണ്? നൗ ഹീ ഈസ് എ ലിറ്റിൽ അഫ്രൈഡ്. ഇപ്പോൾ അവന് കുറേശ്ശെ പേടിയായി തുടങ്ങി. ഹീ ലുക്സ്, കാരണം നേരത്തെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെല്ലുവിളിച്ചാണ്, പക്ഷേ ഇവിടെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ അയാൾക്ക് അല്പം പേടിയായി. ഹീ ലുക്സ് ഫിയർഫുള്ളി അറ്റ് നുമിതാസ് ഫേസ്. അയാൾ നുമിതയെ പേടിയോടെ നോക്കി. സീസ് എ ഫയർ ബേണിംഗ് ദയർ. അവിടെ നോക്കിയപ്പോൾ കാണാം ഒരു തീ ഇങ്ങനെ കത്തുകയാണ്. ബ്രൈറ്റ് ബ്ലേസിങ് റെഡ്, തെളിഞ്ഞ് ബ്ലേസിങ് റെഡായിട്ട്, എന്ന് വെച്ചാൽ ആളിപ്പടരുന്നൊരു ചുവപ്പ് കളറിൽ, വെട്ടിത്തിളങ്ങുന്ന ചുവപ്പ് കളറിലൊരു ഭയങ്കര ദേഷ്യം അവളുടെ മുഖത്ത് തീ പോലെ ജ്വലിക്കുന്നത് അയാൾ കണ്ടു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വാട്ട് ഈസ് ദ പോയിസൺഡ് നൈഫ്? എന്താണ് പോയിസൺഡ് നൈഫ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ നമ്മൾ കണ്ടല്ലോ പോയിസൺഡ് നൈഫ്, ഹി ടു പിക്സ് ഓഫ് പോയിസൺഡ് നൈഫ്. അപ്പോൾ ഈ പോയിസൺഡ് നൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിൻ്റെ ആൻസറായി വരുന്നത് എന്താണ്? ഹിയർ പോയിസൺഡ് നൈഫ് റെഫേഴ്സ് ടു ആങ്കർ ആൻഡ് വയലൻ്റ് ടോക്ക് ബിറ്റ്വീൻ നുമിത ആൻഡ് അജിത്ത്. അജിത്ത് ആൻഡ് നുമിത would go extreme temper involving physical conflict. സത്യം പറഞ്ഞാൽ അവർ തമ്മിൽ ഇങ്ങനെയുള്ള ഒരു വാക്ക് തർക്കം, അവരുടെ എന്താണ് ശാരീരികമായ ആക്രമണത്തിലേക്ക് വരെ എത്താവുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനെയാണ് ഇവിടെ പോയിസൺഡ് നൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഹൗ ഡസ് നുമിത ഫ്രൈറ്റൻ അജിത്ത്? എങ്ങനെയാണ് നുമിത അജിത്തിനെ പേടിപ്പിച്ചത്? അപ്പം നുമിത എന്ത് ചെയ്തു? നുമിത ടുക്ക് എ മാച്ച് ബോക്സ് ലൈയിങ് നിയർ ഹിസ് സിഗരറ്റ് ഓൺ ദി ടേബിൾ and she lit up the matchstick and touched it to her saree. അതാണ്. അപ്പോൾ ഒരു തീപ്പെട്ടി കൊണ്ട് പിടിച്ചെടുത്ത് കടന്നെടുത്തു, അതിനെ ഉരച്ച് കത്തിച്ചു. എന്നിട്ട് അവളുടെ സാരിത്തുമ്പിൽ തീ വെച്ചു. ഇതാണ് അവൾ അയാളെ പേടിപ്പിക്കാനായിട്ട് ചെയ്തത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. അപ്പോൾ അവിടെ എന്താണ്, ഒരു വലിയ തീ, ഒരു ആളി കത്തുന്നൊരു തീ അവൻ കണ്ടു. അതായത് സീസ് എ ഫയർ ബേണിംഗ് ദയർ ബ്രൈറ്റ് ബ്ലേസിങ് റെഡ്. അപ്പോൾ ദയർ എന്ന് വെച്ചാൽ അവളുടെ മുഖത്താണ്. ബ്രൈറ്റ് ബ്ലേസിങ് റെഡായിട്ട് അവളുടെ മുഖത്ത് തീ പോലെ കത്തുന്ന ദേഷ്യം അവൻ കണ്ടു. ഹി ഡസൻ ഹാവ് ദ കറേജ് ടു പുട്ട് ഔട്ട് ദാറ്റ് ഫയർ. അവളുടെ സാരിത്തുമ്പിലെ തീ അയാൾ അടിച്ചണച്ചെങ്കിലും ഹി ഡസൻറ്റ് ഹാവ് ദ കറേജ് ടു പുട്ട് ഔട്ട് ദാറ്റ് ഫയർ ബൈ സ്ലാപ്പിംഗ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ്. എന്ന് വെച്ചാൽ കൈവെള്ളക്കകത്തിട്ട് ആ തീയെ, അവളുടെ കവിൾത്തടത്തിൽ 2 തട്ട് കൊടുത്ത് ആ തീയെ കെടുത്താനുള്ള കറേജ് അവനുണ്ടായിരുന്നില്ല. സോ ഹി ട്രൈസ് ടു പോർ വാട്ടർ ഓൺ ഇറ്റ്. ഈ പോർ വാട്ടർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങളാണ്. അങ്ങനെ അയാൾ അതിൽ വെള്ളം കോരി ഒഴിക്കാൻ ശ്രമിച്ചു. അവളുടെ ആ മുഖത്ത് കത്തുന്ന തീയിൽ എന്താണ് ആ വെള്ളം എന്ന് പറയുന്നത്? വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഹി അറ്റംപ്റ്റ്സ് ടു സ്പീക്ക് നോർമലി. വളരെ ബുദ്ധിമുട്ടി, കാരണം അയാൾ ദേഷ്യത്തിൻ്റെ കോപത്തിൻ്റെ മാക്സിമത്തിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് വളരെ പണിപ്പെട്ട് ഹി അറ്റംപ്റ്റ്സ് ടു സ്പീക്ക് നോർമലി. അയാൾ വളരെ നോർമലായി സംസാരിക്കാൻ ശ്രമിച്ചു. ഇതാ ഇങ്ങനെ പറഞ്ഞു, എന്താണ്? യു ലോസ് ഓൾ കോമൺ സെൻസ് വെൻ യു ഗെറ്റ് ആംഗ്രി, ഡോണ്ട് യു? എന്ന് വെച്ചാൽ ദേഷ്യമൊക്കെ വരുമ്പോൾ നിൻ്റെ കോമൺ സെൻസ് എല്ലാം നഷ്ടമാകുമല്ലേ എന്ന് ചോദിച്ചു. എ വുമൺ ആൻഡ് സച്ച് ആങ്കർ, എന്ന് പറഞ്ഞു. ഒരു സ്ത്രീക്ക് ഇത്രയും ദേഷ്യമോ, അയ്യോ എന്ന് അയാൾ അവളെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഹൂ നോസ്, ആർക്കറിയാം? ഇത് കേട്ടിട്ട് വാട്ട് നുമിത വുഡ് ഹാവ് സെഡ് നെക്സ്റ്റ്, അടുത്തായിട്ട് നുമിത എന്ത് പറഞ്ഞിരിക്കും എന്ന് ആർക്കറിയാം? ബട്ട് റൈറ്റ് ദെൻ, കാരണം അപ്പോഴേക്കും ഹർ നീസ് റിനി സ്റ്റെപ്സ് ഇൻ ദ റൂം. അവളുടെ നീസ് എന്ന വാക്കിൻ്റെ അർത്ഥം അനന്തിരവൾ എന്നാണ്. ഇവിടെ ഇപ്പം ആ റിനി എന്ന് പറയുന്ന കുട്ടി അജിത്തിൻ്റെ കുടുംബത്തിലെ കുട്ടിയാണ്. റിനി അജിത്തിൻ്റെ സഹോദരൻ്റെ മകളാണ്. അപ്പോൾ ഈ റിനി എന്ന് പറയുന്ന കുട്ടി ആ മുറിയിലേക്ക് കയറി വരുന്നു. ഇമ്മീഡിയറ്റ്ലി ഷി സേസ് പയേഴ്സിംഗ്ലി വെച്ചാൽ തുറച്ച് നമ്മൾ ഈ നടക്കുന്ന വഴക്കൊന്നും ആ കുട്ടി അറിയുന്നില്ലല്ലോ. ആ കുട്ടി സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വന്നിട്ട് ഇമ്മീഡിയറ്റ്ലി ഷി സേസ് പയേഴ്സിംഗ്ലി എന്ന് വെച്ചാൽ ഷാർപ്പ്ലി തുളച്ച് കയറുന്ന ശബ്ദത്തിൽ അവൾ പറയാണ്, സോ കുറിമ, ഹൗ മച്ച് ലോങ്ങർ ഡസ് ദ വാഷർമാൻ ഹാവ് ടു വെയിറ്റ്?
കുറിമ എന്ന് വെച്ചാൽ ഇളയമേ ഹൗ മച്ച് ലോങ്ങർ, എത്ര നേരത്തേക്കാണ് ഡസ് ദ വാഷർമാൻ ഹാവ് ടു വെയിറ്റ്, ആ അലക്കുകാരന് കാത്തു നിൽക്കേണ്ടി വരുന്നത്. ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ഗിവ് ഹിം എനി ഓഫ് യുവർ ക്ലോത്ത്സ് അറ്റ്ലീസ്റ്റ് ടെൽ ഹിം ദാറ്റ്, നിങ്ങൾക്ക് തുണിയൊന്നും അലക്കാൻ കൊടുക്കാനില്ലെങ്കിൽ അതെങ്കിലും പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ആ കുട്ടി കയറി വരുന്നു, റിനി കയറി വരുന്നു. ഫോർ എ സെക്കൻഡ്, അപ്പോൾ ഈ ശബ്ദം പെട്ടെന്ന് നൊമിത കേട്ടു. ഫോർ എ സെക്കൻഡ് ഓർ ടു നൊമിത ഈസ് സ്റ്റിൽ, 1-2 സെക്കൻഡ് നൊമിത സ്റ്റില്ലായി അങ്ങനെ നിശ്ചലമായിട്ട് നിന്നു. പരാസ് ഒരുപക്ഷെ റീകോളിംഗ് ദ വാഷർമാൻസ് ഫേസ്, റീകോളിംഗ് എന്ന് വെച്ചാൽ റിമെമ്പർ ദ വാഷർമാൻസ് ഫേസ്, അവൾ അപ്പോഴാണ് അയ്യോ വാഷർമാൻ വന്ന് നിൽക്കുകയാണല്ലോ എന്ന് ഓർത്തത് തന്നെ. വെയിറ്റിംഗ് ഫോർ ഹർ ഡൗൺ സ്റ്റേഴ്സ്, തന്നെ കാത്താണല്ലോ അയാൾ ഡൗൺ സ്റ്റേഴ്സ് നിൽക്കുന്നത്. ദെൻ ഷീ പിക്സ് അപ്പ് ദ ഡർട്ടി ക്ലോത്ത്സ്, അത് ഓർത്തിട്ട് പെട്ടെന്ന് അവൾ എന്ത് ചെയ്തു, ഷീ പിക്സ് അപ്പ് ദ ഡർട്ടി ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ട് സോർട്ടിങ് ദം, അഴുക്ക് വസ്ത്രങ്ങളെല്ലാം കൂടി എടുത്തിട്ട് അവയെ അങ്ങോട്ട് സോർട്ട് വെച്ചാൽ തിരയാൻ തുടങ്ങി. ഷീ സേസ് ഇൻ എ കാം ടോൺ, എന്നിട്ട് ആ കുട്ടിയോടൊരു കാം ടോണിൽ പറഞ്ഞു, എന്ന് വെച്ചാൽ ഒരു ശാന്ത സ്വരത്തിൽ പറഞ്ഞു, ഗോ ടെൽ ഹിം ഐ ആം കമ്മിങ്, ചെന്ന് പറയൂ ഞാൻ വരുന്നുണ്ടെന്ന്, ഐ ആം ബ്രിങ്ങിങ് ദ ക്ലോസ്, ഞാൻ ദാ വസ്ത്രം കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയാൻ പറഞ്ഞ് ആ കുട്ടിയോടൊന്ന് റിനിയെ പറഞ്ഞു വിട്ടു. നൊമിത സ്പീക്സ് ഹെർ മൈൻഡ്. ഇനി നൊമിതയുടെ ക്യാരക്ടർ പറഞ്ഞിരിക്കുക, നമ്മൾ നൊമിതയുടെ ക്യാരക്ടർ എഴുതുമ്പോൾ ഈ ഭാഗം ഒന്ന് ടച്ച് ചെയ്യേണ്ടതുണ്ട്. അതാണ് നൊമിത സ്പീക്സ് ഹെർ മൈൻഡ്, അതായത് നൊമിത മനസ്സിലുള്ളത് സംസാരിക്കുന്ന ആൾ. നൊമിത ഈസ് എ ഫ്രാങ്ക് ഇൻ സ്പീക്കിംഗ് എന്നാണ്, സംസാരത്തിൽ അവൾ വളരെ ഫ്രാങ്കാണ്. സോ നോ വൺ അറ്റാക്സ് ഹെർ ഔട്ട് റൈറ്റ്, അതുകൊണ്ട് നേരിട്ട് അവളെ ആരും ആക്രമിക്കാറില്ല. കാരണം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ മറുപടി കൊടുത്തിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് നൊമിതയ്ക്കുള്ളത്. ടു ഹെർ ഔട്ട് റൈറ്റ് ടു ഹെർ ഫേസ് എന്ന് വെച്ചാൽ അവളുടെ മുഖത്ത് നോക്കി ആരും അവളോട് സംസാരിക്കാറില്ല. ദെൻ ഒള്ളി പിഞ്ച് ഹെർ, ദേ ഒള്ളി പിഞ്ച് ഹെർ വിത്ത് ഷാർപ്പ് വേർഡ്സ്, പകരം അവരെന്ത് ചെയ്യുന്നു, ഇൻസ്റ്റെഡ് ഓഫ് ടോക്കിംഗ് ടു ഹെർ ഡയറക്ട്ലി ദേ പിഞ്ച് ഹെർ വിത്ത് ഷാർപ്പ് വേർഡ്സ്. പിഞ്ച് എന്ന് വെച്ചാൽ കുത്തി നോവിക്കുന്ന വാക്കുകൾ പറയുക. അപ്പം ഷാർപ്പ് വേർഡ്സ് വെച്ചു എന്ന് വെച്ചാൽ മൂർച്ചയുള്ള പദങ്ങൾ കൊണ്ട് അവളെ കുത്തി നോവിക്കാറേ ഉള്ളൂ, എന്ന് വെച്ചാൽ ഡയറക്റ്റ് പറയാറില്ല, ഇൻഡയറക്റ്റ് പറയാറുള്ളൂ. ഹർ സെക്കൻഡ് സിസ്റ്റർ ഈസ് ആൾമോസ്റ്റ് എക്സോസ്റ്റഡ് വിത്ത് വർക്ക് ദിസ് മോർണിംഗ്, അവളുടെ സെക്കൻഡ് സിസ്റ്ററിനില്ല എന്ന് വെച്ചാൽ രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ആ വീട്ടിൽ തന്നെ കൂട്ടുകുടുംബമാണല്ലോ. അപ്പോൾ ആ സ്ത്രീ ആണെങ്കിൽ എക്സോസ്റ്റഡ് വിത്ത് വർക്ക് ദിസ് മോർണിംഗ്, ഈ രാവിലെ തന്നെ ജോലി, എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ ടയേർഡ് വിത്ത് ദ വർക്ക് മോർണിംഗ് വർക്ക്, അപ്പോൾ അവർ രാവിലത്തെ പണിയെല്ലാം ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. ആൻഡ് സീയിങ് ഹെർ, ഇവളിങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ഷീ പുട്ട്സ് എ ട്വിസ്റ്റഡ് സ്മൈൽ ഓൺ ഹെർ, ഷീ പുട്ട്സ് എ സ്മൈൽ എന്ന് വെച്ചാൽ ഒരു ചിരി ചിരിച്ചു. ട്വിസ്റ്റഡ് സ്മൈലാണ്, ഒരു വളഞ്ഞ ചിരി, ഒരു വക്രിച്ച ചിരി, ചുണ്ടുകോട്ടി ഒരു ചിരി ചിരിച്ചു. എന്തിനാണ് ട്വിസ്റ്റഡ് സ്മൈൽ ഓൺ ഹെർ സെറ്റ് സ്ട്രീക്ഡ് ഫേസ്, എന്ന് വെച്ചാൽ വിയർപ്പ് കണങ്ങളുള്ള, എന്ന് വെച്ചാൽ ജോലി ചെയ്ത് വിയർപ്പായി നിൽക്കുന്ന ആ മുഖത്ത് ഒരു ചിരി പടർത്തിയിട്ട് പറഞ്ഞു, വെൽ ദാറ്റ് ഈസ് സംതിങ്, എന്ന് വെച്ചാൽ എന്താണ്, അതാ ഇപ്പം നന്നായേ. അറ്റ്ലീസ്റ്റ് യു ഫൈനലി ഡിസൈഡ് ടു കം ഡൗൺ ഫ്രം അപ്സ്റ്റേഴ്സ്, ഓ ഇപ്പോഴെങ്കിലും നീ അപ്സ്റ്റേഴ്സിൽ നിന്ന് എന്ന് വെച്ചാൽ മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ വരാൻ തീരുമാനിച്ചല്ലോ. ബാബാ ഭഗവാനേ എന്നാണ്. ദർ ഇസ് നോ ഗുഡ് ഓർ ബാഡ് ടൈം ഫോർ യു, നിനക്ക് നല്ല സമയവും ഇല്ല ചീത്ത സമയവും ഇല്ല. യു ഫൈൻഡ് ദ സ്മാളസ്റ്റ് എക്സ്ക്യൂസ് ടു ഗോ ഇൻ ടു യുവർ റൂം, നീ എന്ത് ചെയ്യുന്നു, സ്മാളസ്റ്റ് എക്സ്ക്യൂസ് കണ്ടെത്തിൻ്റെ ചെറിയ ഒരു ഇടവേള കിട്ടുമ്പോഴത്തേക്കും നീ ഒരു ഒരു ഒഴുകഴിവ് പറഞ്ഞിട്ട് നീ എവിടെ പോകുന്നു, ഗോ ഇൻ ടു യുവർ റൂം, നീ നിൻ്റെ ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു. ആൻഡ് ഗെറ്റ് കോസി വിത്ത് യുവർ ഹസ്ബൻഡ്, നിൻ്റെ ഹസ്ബൻഡുമായിട്ട് ഗെറ്റ് കോസി എന്ന് വെച്ചാൽ സൊറ പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ പ്രണയം നടത്തുക. അപ്പം നിൻ്റെ ഭർത്താവുമായിട്ട് ഗെറ്റ് കോസി ആയിട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ സൊറ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഡസ് ദ ലവ് ടോക്ക് നെവർ ഗെറ്റ് ഓൾഡ്, നിങ്ങളുടെ ഈ പ്രണയ സല്ലാപം ഒരിക്കലും ഓൾഡ് ആകില്ലേ എന്ന് വെച്ചാൽ ഇതിൻ്റെ അവസാനം ഇല്ലേ എന്നൊക്കെ ഈ കുത്തി നോവിക്കുന്ന വാക്കുകൾ. അപ്പോൾ ആ സ്ത്രീ വിചാരിക്കുന്നത് എന്താണ്, ജ്യേഷ്ഠത്തിയമ്മ വിചാരിക്കുന്നത് ഇത്രയും നേരം അവർ ബെഡ്റൂമിനകത്ത് കയറുന്ന ഭർത്താവുമായിട്ട് സല്ലപിച്ചിരിക്കുകയായിരുന്നു, അവിടെ നടന്ന വഴക്കൊന്നും ഇവരാരും അറിയുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വളരെ കുത്തി നോവിക്കുന്ന വാക്കുകൾ കേട്ടുകൊണ്ടാണ് നൊമിത ഇങ്ങനെ പടവുകൾ സ്റ്റെപ്സ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ വരുമ്പോൾ വാട്ട് ഈസ് ദ പ്ലൈറ്റ് ഓഫ് നൊമിത ഇൻ ദ ഫാമിലി എന്നൊരു, പ്ലൈറ്റ് എന്ന് വെച്ചാൽ കഷ്ടസ്ഥിതി അല്ലെങ്കിൽ ദുഃഖങ്ങൾ, ദുരവസ്ഥ എന്നാണ് ശരിക്കും വാക്കിൻ്റെ അർത്ഥം. ആ വീട്ടിൽ നൊമിതയുടെ ദുരവസ്ഥ എന്താണ്. അപ്പോൾ നമ്മളതിന് പറയും നൊമിത വാസ് ഇൻ ഇൻ ആൻ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ സിൻസ് ഷീ വാസ് നോട്ട് ഏബിൾ ടു കറക്റ്റ് അജിത്ത്. She also felt unhappy regarding her mother's frequent asking for money എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നൊമിത, നമുക്ക് വേറൊരു രീതി എഴുതി കഴിഞ്ഞാൽ നൊമിത വാസ് മാരീഡ്, അല്ല അജിത്ത് മാരീഡ് നൊമിത ഫ്രം an unwealthy family, so he always treated her inferior. Moreover, her mother always asked money to Ajit. That also was shameful to shameful to Nomida to live in that family. അത്ര എഴുതുമ്പോൾ അതിൻ്റെ ആൻസറാകും. അപ്പോൾ ഈ ഭാഗം കൂടി നിങ്ങൾ വായിച്ചു നോക്കുക. 3 ക്വസ്റ്റ്യൻസിന് പറഞ്ഞു കേട്ട് ആൻസർ എഴുതുക.
നമിത ലുക്സ് അറൗണ്ട് വൺസ്. അപ്പം നമിതയുടെ ജ്യേഷ്ഠത്തി അവളെ കളിയാക്കി, എന്താണ് അവസരം കിട്ടുമ്പോഴൊക്കെ നീ മുകളിലെ നിലയിൽ കയറി പോവുകയാണോ, അവിടെ നീ സൊറ പറഞ്ഞിരിക്കുകയാണോ നിൻ്റെ ഹസ്ബൻഡുമായിട്ടെന്ന് ഒരു കുറ്റപ്പെടുത്തി ചോദിച്ചു. ബിക്കോസ് ഓൾ ദ മോർണിംഗ് വർക്ക് വാസ് ഡൺ ബൈ ഹെർ ആൻഡ് സോ ഷി പ്രിക്ലി സെറ്റ് സച്ച് ആൻ ഒപ്പീനിയൻ. Then Namita looks around, wants to get a sense of the atmosphere. എന്നിട്ട് എന്ത് ചെയ്തു, നമിത അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് സെൻസ് ചെയ്യാൻ വേണ്ടി ചുറ്റും നോക്കി. എന്ന് വെച്ചാൽ എന്താണ് സാഹചര്യം, അവിടെ ആരൊക്കെ ഉണ്ട്. സീസ് ദ ഹേളി ബേളി ഓഫ് ദ മോർണിംഗ്. അപ്പോൾ അവൾ പ്രഭാതത്തിൻ്റെ ആ ഹേളി ബേളി എന്ന് വെച്ചാൽ തിക്കും തിരക്കും, എല്ലാവരും ഓൾ പീപ്പിൾ അറൗണ്ട് ഹെർ ആർ വെരി ബിസി ഇൻ ദ മോർണിംഗ് വർക്ക്. അങ്ങനെ അവൾ ചുറ്റും നോക്കി. സീസ് ദ ഫോറസ്റ്റ് പീപ്പിൾ ഓൺ എയ്തർ സൈഡ്. അപ്പോൾ കാണാം ജനങ്ങൾ വനം പോലെ നിൽക്കുകയാണ്, എന്ന് വെച്ചാൽ തിക്കി തിരക്കി എല്ലായിടത്തും ഉണ്ട്. ഹെർ വോയിസ് മസ്റ്റ് നോട്ട് ട്രംബിൾ. അപ്പോൾ അവൾ വിചാരിച്ചു ഒരുപാട് ആൾക്കാർ ഈ വിഷയമായിട്ട് ടോക്ക് ഓപ്പൺലി, ഇറ്റ് വിൽ ആൻസർ openly, it will be heard by all people around her. So she thought that her voice must not tremble. അവളുടെ ശബ്ദം വിറയ്ക്കരുത് എന്ന് നമുക്ക് തോന്നി. So she too smiles a small smile. അങ്ങനെ അവൾ ഒരു ചെറിയ ചിരി ചിരിച്ചു. ആൻഡ് says in an extremely soft voice, totally soft voice, തീർത്തും പതിഞ്ഞ സ്വരത്തിലുള്ള പറഞ്ഞു, ഓ it is nothing like that. ഓ അങ്ങനെയൊന്നുമില്ല. You should come and pick in something. യു ഷുഡ് കം ആൻഡ് പീക്ക് ഇൻ സംതിങ്. പീക്ക് എന്ന് വെച്ചാൽ എത്തി നോക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് നോക്കാം. അവർ ടോക്ക് ഈസ് ഓൾ ആംഗ്രി ടോക്ക്. ഡു യു നോ, ഞങ്ങൾ ഇതുവരെ സംസാരിച്ചത് കോസി ടോക്കൊന്നും അല്ല, അതൊരു ആംഗ്രി ടാക്കായിരുന്നു. വെച്ചാൽ ഞങ്ങൾ ദേഷ്യത്തിൽ വഴക്ക് കൂടുകയായിരുന്നു, വേണമെങ്കിൽ വന്ന് നോക്കരുതായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ മെജോ വൈഫ് ലാഫ്സ് ടു ഹൂ ആൻഡ് സെയ്സ്. അപ്പോൾ മൂത്ത ജ്യേഷ്ഠത്തി ചിരിച്ചിട്ട് പറയാണ് ഹു ഹൂ ആൻഡ് സെയ്സ്, എന്നിട്ട് പറയാണ് സ്റ്റോപ്പ് ഇറ്റ് നൗ വൈഫ്. എന്ന് വെച്ചാൽ ഇളയ ഭാര്യ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ അനിയത്തി എന്ന് വിളിക്കുന്നതാണ് നോ വൈഫ്. അപ്പം വായടയ്ക്കടി ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പയസ് സ്പിനാഷ്. എന്ന് വെച്ചാൽ അതൊരു എന്താണ്, ഒരു ആലങ്കാരിക പ്രയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് എന്ന് വെച്ചാൽ വിലക്കപ്പെട്ട മത്സ്യം. അപ്പോൾ ഇവിടെ വിലക്കപ്പെട്ട മത്സ്യം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പകൽ സമയത്ത് ഹസ്ബൻഡുമായിട്ട് പോയെന്ന് സംസാരിച്ചതിനാണ്. അതിനെ പയസ് ഫിനാഷ് കൊണ്ട് എന്താണ് മറയ്ക്കരുത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മീൻ വാങ്ങിച്ചു വെച്ചിട്ട് ചീര കൊണ്ട് മറയ്ക്കരുതെന്നാണ്. അപ്പോൾ പുറത്തുള്ളവർ ചീര എന്ന് വിചാരിക്കും. അപ്പം അതിനടിയിലിരിക്കുന്നത് ഫിഷാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ വേറൊരു കള്ളം കൊണ്ട് പൊതിയാൻ നോക്കണ്ട എന്ന് പറഞ്ഞു. അതാണ് വി ഹാവിൻറ്റ് ബീൻ റേസ്ഡ് ഓൺ ഡോങ്കി ഗ്രാസ്. എന്നിട്ട് പറഞ്ഞു ഞങ്ങളാരും എന്താണ് കഴുതപ്പുല്ലല്ല കഴിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കണ്ടാൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കും. വൈ ഡു വി നീഡ് ടു പിക്ക് ഇൻ, ഞങ്ങളെന്തിനും ഒളിഞ്ഞു നോക്കണം. വാട്ട് യു ആർ ഷോയിങ് എസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ് 24 hours a day. എന്തിനാണ് ഒളിഞ്ഞു നോക്കാൻ വരുന്നത്? യു ആർ ഷോയിങ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ്. ഞങ്ങളുടെ കണ്ണു മുമ്പിലല്ലേ നീ ഇതൊക്കെ കാണിക്കുന്നത് 24 മണിക്കൂറും, പിന്നെ എന്തിനാണ് ഒളിഞ്ഞു നോക്കാൻ വരുന്നത് എന്ന് കുറ്റപ്പെടുത്തി കളിയാക്കിയൊക്കെ ആയിട്ട് സംസാരിച്ചു. നമിത ലാഫ്സ് എ ലാഫ് ദാറ്റ് ക്യാൻ ബ്രിങ് ആൻ അട്രാക്റ്റീവ് ഫ്ലഷ് ടു എ വൈറ്റ് ഫേസ്. അപ്പം നമിത എന്ത് ചെയ്തു, ഇതെല്ലാം കൂടെ കേട്ടിട്ട്, അപ്പോൾ എത്ര പറഞ്ഞാലും നമിത പറഞ്ഞാൽ അവൾ വഴക്കടിക്കുക എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. കാരണം അവർ വിചാരിക്കുന്നത് നമിതയും ഹസ്ബൻഡുമായിട്ട് അകത്തിരുന്ന് സല്ലപിക്കാമെന്നാണ്. അപ്പോൾ നമിത ലാഫ്സ് എ ലാഫ് ദാറ്റ് ക്യാൻ ബ്രിങ് ആൻ അട്രാക്റ്റീവ് ഫ്ലഷ്. നമിത ഒരു ചിരി കൂടെ ചിരിച്ചു. ആ ചിരി എന്ന് വെച്ചാൽ വളരെ അട്രാക്റ്റീവ് സ്മൈലായിരുന്നു. അതായത് ഫ്ലഷ് കൊണ്ടുവന്ന, ഫ്ലഷ് എന്ന് വെച്ചാൽ തുടുതുടുപ്പ്, ടു ദ വൈറ്റ് ഫേസ്. അവളുടെ വളരെ വെളുത്ത മുഖത്തൊരു തുടുതുടുപ്പ് കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു ചിരി അവൾ ചിരിച്ചു. ആഫ്റ്റർ ലാഫിങ് ദാറ്റ് സ്മൈൽ, ദാറ്റ് ലാഫ്, ആ ചിരി ചിരിച്ചിട്ട് ഷീ സേസ് ഗോ ഓൺ യു സേ ദ നോട്ടിയസ്റ്റ് തിങ്. പറഞ്ഞു യു സേ ദ നോട്ടിയസ്റ്റ് തിങ്സ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നോട്ടിയസ്റ്റ് തിങ്സിലേ പറയുള്ളൂ എന്ന് വെച്ചാൽ വേണ്ടാത്ത കാര്യങ്ങളല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ആ കാര്യത്തെ അങ്ങ് വിട്ടു. ദ ബിസി ബൊറോ വൈഫ് എന്ത് ചെയ്തു, റൺസ് അപ്പ് എന്ന് വെച്ചാൽ ഏറ്റവും മൂത്ത ജ്യേഷ്ഠത്തെയാണ് ബൊറോ വൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഓടി വന്നു. ബൊറോ വൈഫ് എന്ന് വെച്ചാൽ എൽഡസ്റ്റ് ബ്രദേഴ്സ് വൈഫാണ്. നൗ വൈഫ് എന്ന് വെച്ചാൽ 4th ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫാണ്, 4ാമത്തെ ജ്യേഷ്ഠൻ്റെ എന്ന് വെച്ചാൽ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ തൊട്ട് താഴത്തെ ജ്യേഷ്ഠൻ്റെ ആണ്, ഏറ്റവും ഇളയ ആളിൻ്റെയാണ് നൗ വൈഫ്. മെജോ വൈഫ് എന്ന് വെച്ചാൽ 2nd ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ് എന്ന് വെച്ചാൽ അത് ഏറ്റവും മൂത്ത ആളിൻ്റെ തൊട്ട് താഴത്തെ ആളിൻ്റെയാണ് മെജോ വൈഫ്. ദെൻ ഇവിടെ ഇപ്പം വരുന്നത് ബൊറോ വൈഫാണ് എന്ന് വെച്ചാൽ ഏറ്റവും മൂത്ത ജ്യേഷ്ഠത്തി ഓടി വന്നു. ഹാവ് യു ചോപ്ഡ് ദ വെജിറ്റബിൾസ് യെറ്റ്? എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു നമിത അടുത്ത്, നീ പച്ചക്കറിയൊക്കെ കണ്ടിച്ച് വെച്ചോ എന്ന് ചോദിച്ചു. ഓർ ആർ യു ജസ്റ്റ് ടെല്ലിങ് സ്റ്റോറീസ്? അതോ രണ്ടുപേരുമായിട്ട് കഥകളും പറഞ്ഞ് നിൽക്കുകയാണോ? അപ്പോൾ അവരായിരിക്കും ഇവർ രണ്ടും കൂടെ സ്വകാര്യങ്ങൾ, പെൺപിള്ള രണ്ടുപേരുടെ സ്വകാര്യം പറയുകയാണെന്നാണ്. ആൻഡ് സഡൻലി ഷി സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. എന്നിട്ട് അവർ പെട്ടെന്ന് ആ ചോദ്യങ്ങൾ നിർത്തിയിട്ട് ചോദിച്ചു, വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ദിസ് അൺലക്കി തിങ് നൗ വൈഫ്? എന്താ ഇത് പുതുപ്പെണ്ണെ എന്ന് ചോദിച്ചു അവളോട്, നമിതയോട്. ഹൗ ഡിഡ് യു ബേൺ യുവർ ആങ്കിൾ ദാറ്റ് വേ? എന്നുവെച്ചാൽ അവരെ സംബന്ധിച്ച് ഇവളെ ഏറ്റവും അനിയത്തിയാണല്ലോ. അവർ ചോദിച്ചു, എന്താ നിൻ്റെ സാരിയുടെ തുമ്പിങ്ങനെ ബേൺ ആയിരിക്കുന്നത്, കത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു.
അപ്പം നുമിത ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഇറങ്ങി വന്നിരുന്നത്. നുമിത ടു സ്റ്റാർട്ട്സ്, നുമിത ഞെട്ടിപ്പോയി. സ്റ്റാർട്ട്സ് എന്ന് വെച്ചാൽ ഞെട്ടുക, ബട്ട് ഓൺലി ഫോർ എ മൊമെൻറ്റ്. പക്ഷെ അത് ഷി കൺട്രോൾഡ് ഹെർ സെൽഫ് ഫോർ എ മൊമെൻറ്റ്. അത് അവൾ ഒരു നിമിഷം കൊണ്ട് അവൾ സ്വയം ആത്മനിയന്ത്രണം വീണ്ടെടുത്തു. ദ നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റ് ഷീ ഹോൾഡ്സ് ദ ആങ്കോൾ ബാക്ക് ക്വിക്ക്ലി. പെട്ടെന്ന് അവൾ സാരി തുമ്പിനെ അങ്ങോട്ട് മറച്ചു പിടിച്ചു. ആൻഡ് സൈസ് ലാഫിങ്, എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ഡോണ്ട് റിമൈൻഡ് മീ, ഇറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് യു, എന്നെ ഡോണ്ട് റിമൈൻഡ് മീ, എന്നെ ഓർമ്മിപ്പിക്കേണ്ട. എന്താണ്? ഇറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് യു കീപ് വാർണിംഗ് മീ എബൌട്ട്, കീപ് വാർണിംഗ് മീ എബൌട്ട്. എന്നെ നിരന്തരം വാൺ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെയാണിത്. ഐ ഡിഡിൻറ്റ് ലിസൺ, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ആൻഡ് സീ വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. എന്താണ്? ഐ യൂസ്ഡ് മൈ ആങ്കിൾ ടു ലിഫ്റ്റ് എ ഹോട്ട് പോട്ട് ഓഫ് വാട്ടർ ഓഫ് ദി സ്റ്റൗവിൽ നിന്ന് ഒരു ഹോട്ട് പോട്ട് ഓഫ് വാട്ടർ ഞാൻ ലിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ആങ്കിൾ കൊണ്ട് സാരി തുമ്പുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്താണ് പാത്രത്തിൻ്റെ വക്കിൽ പിടിച്ച് തുണി എടുത്തപ്പോൾ ആൻഡ് ദാറ്റ് ഡിഡ് ഇറ്റ്, അങ്ങനെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ തീ കത്തിപ്പോയതാണെന്ന് പറഞ്ഞു. അവൾ അതിനൊരു കള്ളം പറഞ്ഞു. കാരണം സാരി തുമ്പിൽ തീ കത്തിയത് അവൾ തീപ്പെട്ടി ഉരച്ച് വെച്ചതാണ്. പക്ഷെ അവളിപ്പോൾ പറഞ്ഞു പാത്രം പൊക്കിയെടുത്തപ്പോൾ അങ്ങനെ പറ്റിപ്പോയതാണ്. ഇനി ഇവിടെ നമുക്ക് ഈ ഭാഗത്തൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, നിങ്ങൾ ആൻസർ ചെയ്യണം. കമൻറ്റ് ഓൺ ദി എക്സ്പ്രഷൻ ഫോറസ്റ്റ് പീപ്പിൾ. പിന്നെ വാട്ട് ഡസ് ഇറ്റ് ടെൽ us about the structure of ഇന്ത്യൻ ജോയിൻറ്റ് ഫാമിലീസ്. ഇന്ത്യൻ കൂട്ടുകുടുംബത്തിൻ്റെ ഘടനയെക്കുറിച്ച് എന്താണ് ഈ ഫോറസ്റ്റ് പീപ്പിൾ? അപ്പോൾ ഈ ഫോറസ്റ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വീട്ടിൽ തന്നെ ഉള്ള ആൾക്കാരാണ് എല്ലാവരും. ഓൾ ദ മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി reside in that joint family. So there are so many people in the hut. They are living in the different parts of the house. And when an incident happened, all of them will come out and look at the person related to it. Numida pulls the basket of potatoes towards herself. എന്നിട്ട് മൂത്ത ജ്യേഷ്ഠത്തി ചോദിച്ചല്ലോ, എന്താണ് വെജിറ്റബിൾസ് കട്ട് ചെയ്തോ, ചോപ്പ് മീൻസ് കട്ട് ചെയ്തെന്ന് ചോദിച്ചു. ഉടനെ നുമിത പുൾസ് ദ ബാസ്ക്കറ്റ് ഓഫ് പൊട്ടറ്റോസ് ടുവേഴ്സ് ഹെർസെൽഫ് ആൻഡ് സിറ്റ്സ് ഡൗൺ ടു പീൽ പൊട്ടറ്റോസ്. അവൾ പൊട്ടറ്റോയുടെ ബാസ്ക്കറ്റ് നീക്കി അടുത്തേക്ക് വെച്ചു. ആൻഡ് സിറ്റ്സ് ഡൗൺ ടു പീൽ പൊട്ടറ്റോസ് തൊലിക്കാനായിട്ട്, ചീകാനായിട്ടിരുന്നു, ചുരണ്ടാനായിട്ടിരുന്നു. ആൻഡ് ഇൻ ഹെർ മൈൻഡ് ഷീ കീപ്സ് തിങ്കിങ്. അപ്പോഴും അവളുടെ മനസ്സിൽ കീപ്പ് പ്ലസ് ING വെർബാണ് ചേർക്കേണ്ടത്. എപ്പോൾ വന്നാലും അതൊരു ഗ്രാമാറ്റിക്കൽ ഫോമാണ്. കീപ്പ് പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ കീപ്സ് തിങ്കിങ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ്? എബൌട്ട് ഹൗ ഷീ മൈറ്റ് ബി ഏബിൾ സീക്രട്ട്ലി ടു സെൻഡ് ഹെർ മദർ എ ഫ്യൂ റുപ്പീസ്. കുറച്ച് കാശ് എങ്ങനെ സീക്രട്ടായിട്ട് ആരും അറിയാതെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവിടെ മനസ്സിൽ അതാണല്ലോ ഈ വഴക്കിനെല്ലാം കാരണം. അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെ കുറച്ച് കാശ് അയച്ചു കൊടുക്കുക എന്നുള്ള ചിന്തിക്കുകയാണ്. ഷീ കാൺ റിയലി റൈറ്റ് ടു ഹെർ. അവൾക്ക് അമ്മയ്ക്ക് എഴുതാനൊന്നും പറ്റില്ല. എങ്ങനെ ഐ കാൺ ഡു എനി മോർ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോണ്ട് ഹോപ്പ് എനിത്തിങ് ഫ്രം മീ, എൻ്റേതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് അമ്മയ്ക്ക് എഴുതി വിടാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ എൻ്റേതൊന്നും പ്രതീക്ഷിക്കരുത്, എനിക്ക് തരാനൊന്നും പറ്റില്ല എന്ന് കത്തിൽ എഴുതി വിടാൻ പറ്റില്ല. അമ്മ ചെയ്യുന്ന കാര്യത്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും അമ്മയെ അങ്ങനെ റിജക്റ്റ് ചെയ്യാൻ അവൾക്ക് പറ്റില്ല. അതുകൊണ്ട് അവൾ വിചാരിച്ചു, ഹൗ ക്യാൻ ഐ സെൻഡ് സംതിങ് ഫോർ മൈ മദർ എന്ന് ചിന്തിക്കുകയാണ്. ഓവർ ദെയർ ദ എൻറ്റയർ വില്ലേജ് നോസ് നുമിത ഈസ് എ ക്യൂൻ. അവിടെയാണെങ്കിൽ അങ്ങ് ഓവർ ദെയർ എന്ന് വെച്ചാൽ ഇൻ നുമിതാസ് പ്ലേസ്, നുമിതയുടെ സ്ഥലത്ത് ദ എൻറ്റയർ വില്ലേജ് നോസ് നുമിത ഈസ് എ ക്യൂൻ. എല്ലാവർക്കും അറിയാം നുമിത ഒരു ക്യൂനായിട്ടാണ് ജീവിക്കുന്നത്. നുമിതാസ് ഹസ്ബൻഡ് ഈസ് ഹൈ മൈൻഡഡ്, ലാർജ് ഹാർട്ടഡ്. നുമിതയുടെ ഹസ്ബൻഡ് ആണെങ്കിലും വളരെ വലിയ മനസ്സുള്ള ഒരു ഉന്നത ഹൃദയം, ഒരു വലിയ ഹൃദയമുള്ള എന്ന് വെച്ചാൽ ഉയർന്നു ചിന്തിക്കുന്ന മനസ്സുള്ളവനാണ്. ആരെയും സഹായിക്കുന്ന ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. പിന്നെ റിച്ച് മാനാണ് എന്നൊക്കെയാണ് അവിടെയൊക്കെ ഉള്ള ഒരു വിചാരം. സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ ജലസാണ് നുമിത ഇങ്ങനെ പോയതിൽ, ഇത്രയും വലിയൊരു ഫാമിലി നുമിത കെട്ടിച്ച് കയറി പോയല്ലോ എന്നൊക്കെ. അപ്പോൾ ദിസ് ഈസ് പ്രിസൈസ്ലി വാട്ട് ഐ കമ്പയർ വിമൻ ടു മാച്ച് ബോക്സ്. റൈറ്റർ വീണ്ടും തിരിച്ച് പോയിന്റിലേക്ക് വരികയാണ്. എന്താണ് ദിസ് ഈസ് പ്രിസൈസ്ലി മീൻസ് ക്ലിയർലി വാട്ട് ഐ കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. ഇതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ സ്ത്രീകളെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഈവൻ വെൻ ദേ ഹാവ് ദ മെറ്റീരിയൽസ് വിത്തിൻ ദംസെൽസ് ടു സെറ്റ് ഓഫ് മെനി റേജിങ് ഫയേഴ്സ്. നിങ്ങൾ നോക്കേണ്ട പോയിന്റാണിത്. ഈവൻ വെൻ ദേ ഹാവ് ദ മെറ്റീരിയൽസ് വിത്തിൻ ദംസെൽസ് ടു സെറ്റ് ഓഫ് മീൻസ് എന്താണ്? ബേൺ മെനി റേജിങ് ഫയേഴ്സ്, തുടക്കമിടുക എന്നർത്ഥം. സെറ്റ് ഓഫ് മീൻസ് സ്റ്റാർട്ട്. അപ്പോൾ ഒരുപാട് റേജിങ് ഫയർ എന്ന് വെച്ചാൽ ആളിപ്പടരുന്ന തീ. അപ്പോൾ ആളിപ്പടരുന്ന തീ കത്തിക്കാനായിട്ടുള്ള അവശ്യ വസ്തു മൊത്തം മെറ്റീരിയൽ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിലും ദേ നെവർ ഫ്ലെയർ അപ്പ്, അവർ ഒരിക്കലും ആളിക്കത്താറില്ല. ബട്ട് ബേൺ അവേ ദ മാസ്ക് ഓഫ് മെൻസ് ഹൈ മൈൻഡഡ്നെസ്. പുരുഷൻ്റെ ഹൈ മൈൻഡഡ്നെസ്സിൻ്റെ മാസ്ക് അവർ ബേൺ അവേ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ പുരുഷനെ ജനം ധരിക്കുന്ന എന്ന് വെച്ചാൽ ഉന്നത മനസ്കനാണെന്നുള്ള ധാരണയെ ഒരിക്കലും അവർ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കാറില്ല. ദേ ആർ ലാർജ് ഹാർട്ടഡ്സ്. അവരുടെ വലിയ ഹൃദയത്തെയും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. കാരണം
അജിത്തിനെ കുറിച്ച് നൊമിതയുടെ ഏരിയയിലൊക്കെ ഉള്ള വിശ്വാസം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അയാൾ യഥാർത്ഥ അയാളുടെ റിയൽ ക്യാരക്ടർ നൊമിതയ്ക്കില്ല അറിയാവൂ. ദേ ഡോണ്ട് ബേൺ അവേ ദെയർ ഓൺ കളർഫുൾ ഷെൽസ്. അവർ ഒരിക്കലും അവരുടെ കളർഫുൾ ദേ ഡോണ്ട് ബേൺ അവേ ദെയർ ഓൺ കളർഫുൾ ഷെൽസ് എന്ന് വെച്ചാൽ ഏത് കളർഫുൾ ഷെല്ലാണോ അകത്താണോ അവരിയ്ക്കുന്ന ആ നിറപ്പകിട്ടാർന്ന ആ കൂടിനെ അവർ ഒരിക്കലും പൊട്ടിച്ചെറിയാറില്ല. ദേ വോണ്ട് ബേൺ ദ മെൻ നോ ദിസ് ടു. അവരാരും ഇത് തന്നെക്കുറിച്ചുള്ള ധാരണ തെറ്റിക്കില്ല എന്നത് പുരുഷന് വ്യക്തമായി അറിയാം. That is why they leave them scattered so carelessly in the kitchen. അതുകൊണ്ടാണ് ഇങ്ങനെ കെയർലെസ് ആയിട്ട്, കാരണം എല്ലാ ഭർത്താക്കന്മാർക്കും അറിയാം തൻ്റെ അഭിമാനത്തിന്, തൻ്റെ പ്രസ്റ്റീജിന് ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്ന രീതിയിൽ തൻ്റെ വൈഫ് ഒരിക്കലും ചെയ്യില്ല, തന്നെ എപ്പോഴും കെയർ ചെയ്തോളും എന്നറിയാം. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? സ്കാറ്റേർഡ് കെയർലെസ്ലി ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ ദെയർ ഓർ എവരിവെയർ. അതുകൊണ്ടാണ് എവിടെ നോക്കിയാലും അടുക്കളയിലോ അല്ലെങ്കിൽ സ്റ്റോർ മുറിയിലോ അല്ലെങ്കിൽ കിടക്കമുറിയിലോ എവിടെ ആയിരുന്നാലും അവിടെ എല്ലാം തീപ്പെട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരുപാട് ഇന്നേറ്റ് ആയിട്ടുള്ള പവർ സ്റ്റോറേജ് ഉള്ള ഒരു മൈൻഡാണ് വിമൻ മൈൻഡ് എന്ന് പുരുഷൻ അറിയാമെങ്കിൽ പോലും അയാൾക്കൊരു കടുത്ത വിശ്വാസമുണ്ട്. ഹി ഹാസ് എ സ്റ്റേൺ ബിലീഫ് ദാറ്റ് ഷീ വിൽ നെവർ ഡിസ്ട്രോയ് ഹിസ് പ്രസ്റ്റീജ് ഓർ ഹിസ് ബിലീഫ് ഇൻ എവറി മൈൻഡ്. ക്വറ്റ് വിതൗട്ട് ഫിയർ ദേ പുട്ട് ദം ഇൻ ദ പോക്കറ്റ്സ്. അതുകൊണ്ടാണ് തികച്ചും പേടി കൂടാതെ അവർ അതിനെ പോക്കറ്റിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ നോക്കൂ, ബംഗാളിയിൽ ആണ് എഴുതിയത്, പ്രസൻജിസ് ഗുപ്തയാണ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഐഡിയ ഇതാണ്: ഈച്ച് മാൻ ഹാസ് എ ഗ്രേറ്റ് പവർ ടു ബേൺ എനിത്തിങ്, ദാറ്റ് മീൻസ് ടു കൺട്രോൾ എവറിത്തിങ്, ടു ഹോൾഡ് എവറിത്തിങ്, ബട്ട് ദേ സിറ്റ് സൈലൻ്റ്ലി ആൻഡ് ഇൻ എ കോപ്പറേറ്റഡ് വേ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതേണ്ടതാണ്. യു ഷുഡ് റൈറ്റ് സം സെൻറ്റൻസസ് അബൌട്ട് ജോയിൻറ്റ് ഫാമിലി റിലേറ്റഡ് ടു ദിസ് പോയം. അപ്പോൾ നമുക്ക് ചോദിക്കുന്നത് ഇവിടെയാണ് കമൻറ്റ് ഓൺ ദി എക്സ്പ്രഷൻ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ എന്നുള്ളത് എടുത്തിട്ട് അതിന് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്ന ഐഡിയ ആയിട്ട്